യേശു സ്നേഹമാണ്. ദൈവം സ്നേഹമായതുകൊണ്ടാണ് ആമേൻ ആ സ്നേഹത്തിൻ്റെ ആത്മാവ് നമ്മൾ വ്യാപരിക്കുമ്പോൾ നമ്മൾ സ്നേഹമുള്ളവരായി മാറും. പ്രൈസ് കുടുംബജീവിതത്തിൽ, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ സഭകളിൽ ഒക്കെ നമ്മളിലൂടെ സ്നേഹം ആമേൻ അവിടെ പ്രകടമാകണം. ദിവ്യ സ്നേഹമാണിത്. പരിശുദ്ധ ദൈവത്തിൻ്റെ സ്നേഹം വന്നു കഴിയുമ്പോൾ നമ്മുടെ പ്രതികാരം മാറും, നമ്മുടെ കോപം ക്ഷയിക്കും, നമ്മുടെ ക്രോധം അത് അവിടെ അടങ്ങും. പ്രൈസ് ദി ലോർഡ്. ആമേൻ നമ്മുടെ ലോഹ ഇച്ഛകൾ, ആമേൻ മോഹങ്ങൾ, ആസക്തികൾ, ആസക്തികളൊക്കെ ഉണ്ടാകുന്ന എങ്ങനെ? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പൈശാചി ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അന്ധകാര ശക്തികൾ, അത് മറഞ്ഞിരിക്കുന്ന അദൃശ്യ ശക്തികളാണ്. ആ ശക്തികൾ, ആ നാമങ്ങൾ, ആ രൂപങ്ങൾ, അതിനെന്ത് നേർച്ചകൾ കൊടുത്താലും കാഴ്ചകൾ കൊടുത്താലും അത് മനുഷ്യരെ ഒന്നുകൂടെ പാപികളാക്കി മാറ്റും. എന്നാൽ യേശു അങ്ങനെയല്ല. യേശു ദൈവമായതുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ ആമേൻ സ്തോത്രം, കർത്താവ് പാപം ഏറ്റുപറഞ്ഞാൽ കർത്താവ് ക്ഷമിക്കും, പാപമോചനം നൽകും, ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. എത്രയോ പേര് ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ അനേകം മദ്യപാനികളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ മദ്യപാനികളെല്ലാം തന്നെ അവർ ട്രീറ്റ്മെൻറ്റ് കൊണ്ടോ മറ്റ് രീതികളിലോ അല്ല അവർ സൗഖ്യം പ്രാപിച്ചത്. ഈ യേശുവിൻ്റെ അടുക്കൽ വന്നു, യേശു അവരെ സൗഖ്യമാക്കി, അവർ പുതിയ മനുഷ്യരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആ മദ്യപാനം വിട്ടുപേക്ഷിച്ച് ആമേ ഭാര്യയെ സ്നേഹിക്കുന്ന, ആമേ കുടുംബത്തെ സ്നേഹിക്കുന്ന, സഹോദരങ്ങളെ സ്നേഹിക്കുന്ന, അപ്പനെ അമ്മയെ സ്നേഹിക്കുന്ന വ്യക്തികളായിത്തീരുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താ? യേശു ദൈവമായതുകൊണ്ടും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതുകൊണ്ടും മനുഷ്യൻ വന്ന മാറ്റമാണ്. യേശുവിലൂടെ മനുഷ്യൻ്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകണം. മാറ്റം ഉണ്ടായാൽ മാത്രമേ നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ? സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതിനാണ് ഞങ്ങൾ ഈ സുവിശേഷം വിളിച്ചു പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് വിളിച്ചു പറയുന്നത്? മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയപ്പോൾ മണ്ണുകൊണ്ട് മനുഷ്യനെ ദൈവം ഉണ്ടാക്കി. ആമേൻ സ്തോത്രം. ദൈവത്തിൻ്റെ ശ്വാസമാണ് മനുഷ്യൻ്റെ മൂക്കിൽ, ആ മണ്ണ് കൊണ്ടുള്ള രൂപത്തിൽ ദൈവം ഊതിയത്. ആ മനുഷ്യന് വ്യക്തിത്വം ഉണ്ടായത് ജീവശ്വാസത്താലാണ്. ആ മനുഷ്യന് ആത്മാവ് ഉണ്ടായത് ജീവശ്വാസത്താലാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശ്വാസമാണ് മനുഷ്യൻ. ഈ ദൈവത്തിൻ്റെ ശ്വാസം ശ്വസിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യൻ ഈ യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ആ ദൈവം കണക്ക് ചോദിക്കത്തില്ലേ പ്രിയമക്കളെ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മക്കൾ നമ്മളെ അറിയാതിരുന്നാൽ നമുക്ക് എന്ത് വേദനയാണുള്ളത്? ആമേൻ സ്തോത്രം. ആമേൻ. നമ്മുടെ മക്കൾ നമ്മളെ അനുസരിച്ചില്ല എങ്കിൽ, നമ്മളെ അറിയാതിരുന്നാൽ, നമ്മളെ തിരസ്കരിച്ചാൽ എന്ത് വിഷമാണ് ഉണ്ടാകുന്നത്? എന്നാൽ സ്വർഗത്തിലെ ദൈവം, സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സകലത്തെ ഉണ്ടാക്കിയ ദൈവം, ദൃശ്യമായതും അദൃശ്യമായതും എല്ലാം സൃഷ്ടിച്ച ഈ ദൈവത്തെ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അറിഞ്ഞില്ല എങ്കിൽ, വാത്സല്യ കുഞ്ഞുങ്ങളെ, പ്രൈസ് ദി ലോർഡ്, ആ ദൈവം ഇരിക്കുന്നിടത്ത് എങ്ങനെ നമുക്ക് പോകാൻ കഴിയും?